students, plus 2 mathematics ഫോക്കസ് ഏരിയ ടോപ്പിക് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെക്റ്റർ ആൾജിബ്ര എന്ന 10ാമത്തെ ചാപ്റ്റർ ആണ്. അഡീഷനും സബ്സ്ട്രാക്ഷനും പഠിച്ചു കഴിഞ്ഞു. പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സിൽ സ്കേലാർ പ്രോഡക്റ്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ സ്കേലാർ പ്രോഡക്റ്റിന്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ എ ലൈൻ, കൊളീനിയർ പോയിന്റ്സ് എന്നിവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എക്സസൈസ് 10.3യിലെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം. If the vertices ABC of a triangle ABC are 1, 2, 3, A 1, 2, 3, B -1, 0, 0 and C 0, 1, 2. Find angle ABC. What is angle ABC? This one is angle ABC. Angle ABC find out ചെയ്യണം. Then angle ABC is the angle between vector BC and vector BA. Angle ABC is angle between vector BC and vector BA. Then what is the angle between vector BC and vector BA? Vector BC dot vector BA divided by magnitude of vector BC into magnitude of vector BA. ഒരു ട്രയാങ്കിളിന്റെ ഏത് ആംഗിളും നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ആംഗിൾ സി ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ സി ബി ആൻഡ് സി എ ആ രീതിയിൽ എടുക്കാം. ഹിയർ ബി സി ആൻഡ് ബി എ ആർ വെക്ടേഴ്സ്. ഫൈൻഡ് ഔട്ട് വെക്ടർ ബി സി ആൻഡ് വെക്ടർ ബി എ ഫസ്റ്റ്. Then what is BC? Vector BC. We know position vector of C minus position vector of B. C യിൽ നിന്നും B മൈനസ് ചെയ്താൽ മതി. 0 minus -1. 0 minus -1 I cap plus 1 minus 0 J cap plus 2 minus 0 K cap equal to 0 minus -1 is 1 I cap plus 1 minus 0 is 1 J cap plus 2 minus 0 is 2 K cap. വെക്ടർ BC കണ്ടുപിടിക്കാൻ C യിൽ നിന്നും B മൈനസ് ചെയ്തു. 0 minus -1 is 1. 1 minus 0 is 1. 2 minus 0 is 2. Next find out BA. Vector BA find out ചെയ്യാൻ A യിൽ നിന്നും B മൈനസ് ചെയ്യണം. പൊസിഷൻ വെക്ടർ ആണ് മൈനസ് ചെയ്യേണ്ടത്. 1 minus -1. 1 minus -1 I cap plus 2 minus 0 J cap plus 3 minus 0 K cap equal to 1 minus -1 is 2 I cap plus 2 minus 0 is 2 J cap plus 3 minus 0 is 3 K cap. വെക്ടർ BCയും വെക്ടർ BAയും നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് dot product of vector BC and vector BA.
vector BC dot vector BA. 1 into 2 plus 1 into 2 plus 2 into 3 equal to 2 plus 6 equal to 10. Dot product കിട്ടുന്നത് 10 ആണ്. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് BC equal to square root of BC. Components 1, 1, 2 ആണ്. 1 square plus 2 square equal to square root of 1 plus 1, 2, 2 plus 4, 6. Next find out BA. Magnitude of vector BA equal to square root of BA യുടെ component 2, 2, 3 ആണ്. 2 square plus 3 square equal to root of 4 plus 4, 8. 8 plus 9, 17. ഫോർമുലയിലെ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫോർമുല. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? കോസ് തീറ്റ ഈക്വൽ ടു ആണ്. തീറ്റ ഇസ് ആംഗിൾ ABC. അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു ആണ്. therefore cos theta equal to vector BC dot vector BA 10 by root 6 into root 17. Root 6 into 17. 17 into 6 2 102. Hence 10 by root 102. That is cos theta. Hence theta equal to cos inverse 10 by root 102. Is angle ABC. അങ്ങനെ എല്ലാ ആംഗിളും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സൈഡ് വെക്ടർ ഇല്ലേ, സൈഡ് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ആംഗിൾ ABC, BCയും BA തമ്മിലുള്ള ആംഗിൾ BC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ C മൈനസ് B പൊസിഷൻ വെക്ടർ ആണ്. BA ഫൈൻഡ് ഔട്ട് ചെയ്യാൻ A മൈനസ് B. നെക്സ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ട്രയാംഗിളിന്റെ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതേ ക്വസ്റ്റ്യനില് ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ വി ഗെറ്റ് കോസ് തീറ്റ ഈക്വൽ ടു 0. കോസ് തീറ്റ 0 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്താ വരിക? 90 ഡിഗ്രി. ഒരു ആംഗിൾ 90 ആണെങ്കിൽ റൈറ്റ് ആംഗിളിന് ട്രയാംഗിൾ ആകും. അപ്പൊ ആ രീതിയിൽ ചോദിക്കാം, ഷോ ദാറ്റ് ട്രയാംഗിൾ ഈസ് റൈറ്റ് ആംഗിൾ അറ്റ് ബി ആണെങ്കിൽ ആംഗിൾ ABC 90 ഡിഗ്രി കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ A on the vector B. We know projectionന്റെ ഫോർമുല വെക്ടർ A dot vector B divided by on the vector B. Hence magnitude of vector B. Find out vector A dot vector B. A dot B equal to 2I plus 3J plus 2K dot I 1I plus 2J plus 1K equal to components into ചെയ്ത് ആഡ് ചെയ്യാം. 2 1 2 into 1 plus 3 into 2 plus 2 into 1. 2 into 1 2, 3 into 2 6, 2 into 1 2 equal to 8 10. A dot B equal to 10. Next find magnitude of B equal to
ബി 1 2 1 ആണ് കമ്പോണന്റ്. ഹെൻസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 4 5 6 റൂട്ട് 6. Then projection equal to substitute a dot b equal to 10 by root 6. Projection equal to 10 by root 6 കിട്ടും. അപ്പോ പ്രൊജക്ഷൻ ഏത് വെക്ടറിലേക്കാണോ, വെക്ടർ ബി ആണെങ്കിൽ അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആയിട്ട് വരിക. ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്രൊജക്ഷൻ കിട്ടും. നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ. വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ഗിവൺ. ഷോ ദാറ്റ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആൻഡ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ആർ perpendicular. We know that two vectors are perpendicular if their dot product equal to 0. Therefore, here we want to prove that vector A plus vector B dot vector A minus vector B equal to 0. Dot product 0 ആണെങ്കിൽ ഈ വെക്ടറും perpendicular ആയിരിക്കും. A plus B find out ചെയ്യാം. Vector A plus vector B 5 I cap minus j cap minus 1 j cap minus 3 k cap plus vector B I cap 1 I cap plus 3 j cap minus 5 k cap equal to 5 plus 1 6 I cap minus 1 plus 3 plus 2 j cap minus 3 minus 5 minus 8 k cap. Next find out vector A minus vector B. 5 I cap minus 1 j cap minus 3 k cap minus 1 I cap plus 3 j cap minus 5 k cap equal to 5 minus 1 4 I cap minus 1 minus 3 minus 4 j cap minus 3 minus minus plus 5 minus 3 is plus 2 k cap. A plus b യും a minus b യും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈക്വൽ ടു 6 into 4 plus 2 into minus 4 plus minus 8 into 2. 6 into 4 is 24. 2 into minus 4 is minus 8. Minus 8 into 2 minus 16. 24 minus 8 is 16. Minus 16 equal to 0. 16 minus 16 equal to 0. A plus B dot A minus B 0 ആയതുകൊണ്ട് A plus B യും A minus B യും perpendicular ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A minus vector B. A and B are two vectors such that magnitude of A equal to 2, magnitude of B equal to 3 and A dot B equal to 4. Find magnitude. Magnitude find out ചെയ്യാൻ നമ്മൾ ഒരു ഫോർമുല പഠിച്ചതാണ്. വെക്ടർ A dot വെക്ടർ A equal to magnitude of A square എന്ന് പഠിച്ചതാണ്. ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി അല്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ കൺസിഡർ ചെയ്യാം.
magnitude of A minus B whole square equal to vector A minus vector B dot vector A minus vector B equal to A dot A. Next A dot minus B ആണ്, hence minus A dot B. Next B കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, മൈനസ് B dot A മൈനസ് മൈനസ് പ്ലസ് B dot B. Dot product of these two vectors നമ്മൾ find out ചെയ്തു. Then what is A dot A? Magnitude of A square. A dot B and B dot A are same since dot product is commutative. Hence minus A dot B minus A dot B. B dot B equal to magnitude of B square. ഇതൊക്കെ തന്നതാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ 2, ഹെൻസ് 2 സ്ക്വയർ മൈനസ് എ ഡോട്ട് ബി 4 മൈനസ് എ ഡോട്ട് ബി 4 പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ 3 സ്ക്വയർ 4 മൈനസ് 4 മൈനസ് 4 പ്ലസ് 9 4 മൈനസ് 4 0 9 മൈനസ് 4 ഈക്വൽ ടു 5. 5 magnitude of A minus B whole square ആണ്, hence magnitude of A minus vector B equal to root 5. മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ്സെൽഫ് തന്നെ കൺസിഡർ ചെയ്യാം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് തന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. Next, 7th question. A is a unit vector. That means unit vector ആയതുകൊണ്ട് magnitude of vector A equal to 1. Given that vector X plus vector A dot vector X minus vector A equal to 8. Find magnitude of vector X. From this, X dot X, vector X dot vector X minus X dot A plus vector A dot vector X minus A dot vector A equal to 8. X dot X, we know magnitude of X square. X dot A equal to A dot X, commutative ആയതുകൊണ്ട് മൈനസ് X dot A യും പ്ലസ് A dot X ഉം ക്യാൻസൽ ആകും, മൈനസ് വെക്ടർ A dot വെക്ടർ A magnitude of vector A square equal to 8. A is a unit vector means magnitude equal to 1. Magnitude of X whole square minus 1 square equal to 8. Hence, magnitude of X square equal to 8 plus 1 equal to 9. Hence, magnitude of X equal to root 9 equal to 3. ഇതേ ടൈപ്പ് പ്രോബ്ലത്തിൽ യൂണിറ്റ് വെക്ടറിനൊക്കെ തന്ന മാഗ്നിറ്റ്യൂഡ് 1 എടുക്കുക, എന്നിട്ട് ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക, ദാറ്റ് മീൻസ് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാൽ അതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇഫ് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ഈക്വൽ ടു 8 ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു 8 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. കൺസിഡർ എ പ്ലസ് ബി dot A minus B equal to 8. Simplify A dot A, vector A dot vector A dot minus B
എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ഡോട്ട് ബി ഈക്വൽ ടു 8. കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് മൈനസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് എ ക്യാൻസൽ ആകും. എ ഡോട്ട് എ ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ, ബി ഡോട്ട് ബി ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ ഈക്വൽ ടു 8. Magnitude of A equal to 8 magnitude of B. This one 8 magnitude of B whole square minus magnitude of B square equal to 8. Simplify ചെയ്തതിനു ശേഷം magnitude of A ന് 8 magnitude of B substitute ചെയ്യാം. 8 square 64. 64 magnitude of B square minus magnitude of B square equal to 8. 64 minus 1. 63 magnitude of B square equal to 8. Then magnitude of B square equal to 8 by 63. Then magnitude of B equal to root 8 by 63. Square root of 80 by 63 answer കിട്ടുന്നു. Then what is magnitude of A? Magnitude of A equal to 8 magnitude of B equal to 8 into root 8 by 63. സിംപ്ലിഫൈ ചെയ്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, ഫോർ എനി ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഷോ ദാറ്റ് മോഡുലസ് ഓഫ് എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇത് ഇൻഇക്വാലിറ്റിനെ ക്വാഷി ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി എന്ന് പറയും. Then what is A dot B? By definition, magnitude of A into magnitude of B into cos theta. Modulus consider ചെയ്യണം. Modulus of A dot B equal to magnitude പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മോഡുലസ് എടുക്കേണ്ട ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റയുടെ മോഡുലസ്. കൊസൈൻ വാല്യൂ റേഞ്ചസ് ഫ്രം -1 to +1. -1നും 1നും ഇടയിലാണ് കോസ് തീറ്റയുടെ വാല്യൂ. മോഡുലസ് ആയതുകൊണ്ട് 0നും 1നും ഇടയിലായിരിക്കും. എന്തായാലും 1നേക്കാളും ലെസ് ആണ്. ഒന്നിക്കൽ 1 അല്ലെങ്കിൽ 1നേക്കാളും ലെസ് ആണ്. ഹെൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു 1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. കോസിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ 1 ആയതുകൊണ്ട്. ഹെൻസ് മോഡുലസ് ഓഫ് എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഫോർമുല ഡെഫിനിഷൻ എഴുതുക. മോഡുലസ് കൺസിഡർ ചെയ്താൽ മോഡ് കോസ് തീറ്റ കിട്ടും. മോഡുലസ് ഓഫ് കോസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഹെൻസ് വി ഗെറ്റ് ദ ഇൻഇക്വാലിറ്റി. നെക്സ്റ്റ്, പ്രൂവ് ദാറ്റ് magnitude of a plus b less than or equal to magnitude of a plus magnitude of b. നമ്മൾ പഠിച്ചാണ് മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അതിന്റെ സ്ക്വയർ കൺസിഡർ ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ്സെൽഫ്. എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി equal to A dot A. A dot A plus A dot B plus B dot A plus B dot B. Dot product with itself എടുക്കുക. ഈ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. Then what is magnitude of a square? A dot A ആണല്ലോ. അപ്പൊ ഇതിന് നമുക്ക് magnitude of a square എന്ന് എഴുതാം.
എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട്. ഹെൻസ് 2a dot b plus b dot b is magnitude of b square. Then a dot b യും അതിന്റെ മോഡുലസും ആയാൽ ഏതായിരിക്കും ഗ്രേറ്റർ? ഇപ്പൊ എ ഡോട്ട് ബി നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് പറയുമ്പോൾ പോസിറ്റീവ് ആകുകയാണ് ചെയ്യുക. അപ്പൊ മോഡുലസ് ആണ് ഗ്രേറ്റർ ആയിട്ട് വരിക. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് 2 into modulus of a dot b plus magnitude of b square. ഈ ഒരു ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് യൂസ് ചെയ്തത്. Then modulus of a dot b less than or equal to magnitude of a into magnitude of b less than or equal to magnitude of a square plus 2 into magnitude of a magnitude of b plus magnitude of b square. ഇത് ഏത് ഫോമിലാണ്? a square plus 2ab plus b square is a plus b whole square equal to magnitude of a plus magnitude of b square. രണ്ട് സൈഡിലെ സ്ക്വയർ ഒഴിവാക്കിയാൽ സ്ക്വയർ റൂട്ട് എടുത്താൽ we get magnitude of a plus b less than or equal to square ഒഴിവാക്കിയാൽ magnitude of a plus magnitude of b. This is the result. Triangle inequality ആണ്. a plus b whole square, a plus b dot a plus b, കമ്മ്യൂട്ടേറ്റീവ് ആയതിന് 2a dot b എടുക്കുക. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഈ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്താൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഹോൾ സ്ക്വയർ വരും. രണ്ട് സൈഡിനും സ്ക്വയർ റൂട്ട് എടുത്താൽ എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദീസ് പോയിന്റ്സ് ആർ കൊളീനിയർ. വാട്ട് ഈസ് മെൻ ബൈ കൊളീനിയർ പോയിന്റ്സ്? ഒരേ ലൈനിലുള്ള പോയിന്റ്സിനെയാണ് കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഹെൻസ് രണ്ട് ലെങ്ത് ആഡ് ചെയ്താൽ തേർഡ് വൺ കിട്ടും. എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി ഇതന്നെ ആകണമെന്നില്ല. ഫൈൻഡ് ഔട്ട് എ ബി ബി സി ആൻഡ് എ സി. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് വെക്ടർ എ ബി. Position vector of B minus position vector of A. I means 1i cap minus 2i cap plus 2j cap minus 3j cap plus 3k cap minus 5k cap. Minus plus 1 plus 2 3i cap 2 minus j minus 1j cap 3 minus 5 minus 2k cap. Next find magnitude of AB, that means AB. Square root of 3 1 2 ആണ്. 3 square plus minus 1 square plus minus 2 square equal to 9 plus 1 10. 10 plus 4 root 14. Next find out BC. Position vector of C minus position vector of B. C 7i minus 1i cap plus j, അവിടെ j ഇല്ല, that means 0j minus 2j cap plus minus 1k cap, minus k means minus 1k cap minus 3k cap. 7 minus 1 6i cap. 0 minus 2 minus 2j cap minus 1 minus 3 minus 4k cap. Then BC equal to square root of
6 square 36. 2 square minus 2 ആണ്. Square is 4. 4 square 16 equal to 30, 40, 56 ആൻസർ കിട്ടും. Then 56 നമുക്ക് 14 ടേംസിൽ എഴുതാം. 4 into 14 ആണ് 56. Root 4 is 2. It is 2 root 14 ആൻസർ കിട്ടും. 2 root 14. Next find out AC. C minus A. 7 I cap minus 2 I cap. J ഇല്ല. Hence 0 J cap minus 3 J cap plus minus 1 K cap minus 5 K cap. 7 minus 2 is 9 I cap minus 3 J cap minus 1 minus 5 minus 6 K cap. Hence AC equal to square root of 9 square 81 plus 9. 6 in the square 36. 81 plus 9 90. 90 plus 36 126. 126 divided by 14 എത്രയാണെന്ന് നോക്കണം. 14 into 9 equal to 126 is 9 into 14. Root 9 3 ആണ്. അപ്പൊ 3 root 14. AB find out ചെയ്ത് BC find out ചെയ്ത് AC find out ചെയ്ത്. Here root 14. 1 root 14. 2 root 14. 3 root 14. Hence AB plus BC equal to root 14. 1 root 14. 2 root 14 equal to 3 root 14. What is 3 root 14? AC. AB plus BC equal to AB plus BC equal to AC ആണ്. Hence ABC are collinear. Collinear points ആണെന്ന് പ്രൂവ് ചെയ്യാൻ ABയും BCയും ACയും ഫൈൻഡ് ഔട്ട് ചെയ്താൽ അവ തമ്മിൽ ഒരു റിലേഷൻ കിട്ടും. ദാറ്റ് മീൻസ് ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സമ്മ് മൂന്നാമത്തേതാകുന്നുണ്ടെങ്കിൽ കൊളീനിയർ പോയിന്റ്സ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഗിവൺ സെയിം മാഗ്നിറ്റ്യൂഡ് എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. സ്കേലാർ പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി ഈക്വൽ ടു 1/2. അപ്പൊ മാഗ്നിറ്റ്യൂഡും ഡോട്ടും ആംഗിളും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ്? നമ്മുടെ ഡെഫിനിഷൻ ആണല്ലോ. ഇസ് എ ഡോട്ട് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. തന്നതൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഡോട്ട് ബി 1/2. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ തന്നെയാണ്. കോസ് തീറ്റ ഈസ് 60 ഡിഗ്രി. ഇസ് 1/2 ഈക്വൽ ടു magnitude of A into magnitude of A, magnitude of A square. Cos 60 is 1/2. 1/2 LHS RHS cut ചെയ്താൽ magnitude of A square equal to 1 ആൻസർ കിട്ടും. Magnitude of A square equal to 1. Hence magnitude of A equal to 1. Magnitude of A 1. Magnitude of A magnitude of B equal ആയതുകൊണ്ട് magnitude of B again equal to 1 ആൻസർ കിട്ടും. Same magnitude means magnitude of A equal to magnitude of B. Angle 60 degree. Scalar product A dot B equal to 1/2. നമ്മൾ ഡെഫിനിഷൻ എഴുതാം. A dot B 1/2 ആണ്. Cos 60 1/2 ആണ്. അപ്പൊ അത് രണ്ടും കട്ട് ചെയ്ത് പോകും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ രണ്ടും
സെയിം ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 1. ഹെൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ √1 ഈക്വൽ ടു 1 കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഓൾസോ ഈക്വൽ ടു 1.